വേഗം തുറക്ക് ചേച്ചി. എന്താ എഴുതിയിരിക്കുന്നത് നോക്കാലോ. തുറക്കാൻ തോന്നുന്നില്ല. കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ചേച്ചി പൊട്ടിക്ക്. എന്നാ തുറക്കട്ടെ. എന്ത് വിഡ്ഢിത്തരാ നീ കാണിക്കുന്നത്? ഈ പാവത്തിന് തല്ല നാണല്ലേ? തൊട്ടുപോരുത്. എന്നെ തല്ലിയല്ലേ? വയ്യ ബാലേട്ട, ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. വയ്യ. നീ ഇങ്ങനെ നാട്ടുകാർ ഒച്ച വെക്കല്ലേ? ഒച്ച വയ്ക്കല്ല. ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചേർത്ത് ഞാൻ പറയും എന്റെ മോടെ ജീവിതം നശിപ്പിക്കുന്ന ഏട്ടനാന്ന്. ആരെന്റെ മോൾ എങ്ങനെ നശിച്ചാലും ബാക്കിയുള്ളവർക്ക് എന്താ? ഏട്ടനും ഉണ്ടല്ലോ ഒരു മോള്. അവക്ക് ഈ ഗതി വന്നാ ഏട്ടൻ സഹിക്കോ? പറയൂ. അശ്വതിയുടെ ചോറും പൊതിയില് ബാലനുള്ള ചോറും കൂടെ വെച്ച് നീയാ രണ്ടുപേരെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നത്. പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണമെന്ന് നീ അവരോട് പറയാറുണ്ടായിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ. അമ്മയില്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി. വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം ഒന്നും ആശിച്ചില്ല. നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ചെറിയടത്ത് തറവാട്ടിലെ എന്റെ വേദന നീയും മനസ്സിലാക്കിക്കൊള്ളാം. മരിച്ചു മണ്ണടിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം? ലീലാവതി, അവള് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്റെ മോന്റെ ഓർമ്മകളുമായി ഭ്രാന്ത് പിടിച്ചു മാറ്റിക്കുന്നു.
എന്താ അമ്മേ? ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ. ഞാനോ? അല്ലടോ, നീ നിൽക്കുന്നത് ചത്ത് മണ്ണടിഞ്ഞു പോയവനിങ്ങ് തിരികെ വരാൻ പോവല്ലേ. എന്തോ ഒരു വിവരക്കേട്. അല്ല ഇത് വേണ്ടേ? ഉണ്ടല്ലേ, ദേ അവിടുത്തെ പുല്ല് വരും. ബാലന്റെ പിറന്നാളിന് ഇനി 7 ദിവസമൊക്കെ ഉള്ളൂ. വർഷം തോറും നടത്താറുള്ള ഇത്തവണയും ഭംഗിയായി നടത്തണം. ഇങ്ങനെ എത്ര കാലം വെച്ചിട്ടാ അച്ഛൻ വഴിപാട് നടത്തുക? വേണ്ട, ഒന്നും വേണ്ട. പാലേട്ടൻ വരുന്നെങ്കിൽ കണ്ടാ മതി. ഈ കാത്തിരിപ്പ പാലേട്ടൻ ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ദുഃഖം. നന്നാവാനാ ഞാൻ അവനെ തല്ലിയത്. ആ തെറ്റ് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് അവൻ തിരിച്ചു വരട്ടെ. മോളെ, അച്ഛന് അച്ഛന്റെ മോനെ കാണണ്ടേ, മോക്ക് ചേട്ടനെ കാണണ്ടേ? അവനെ ദൈവത്തെക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ ഇല്ലേ? അവക്ക് അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? പാലേട്ടൻ വരണം. എന്നാലും അച്ഛന്റെ ഈ വേദന കാണാൻ എനിക്ക് വയ്യ. അച്ഛൻ ഇത്തിരി വെന്താലും സാരമില്ല, അവൻ മരണം. അതിനുവേണ്ടി എത്ര കാരുണ്യമില്ലാത്ത ദൈവമാണെങ്കിലും ശരി, വഴിപാട് നിവേദിച്ച് ആ പാത ഞാൻ മൂടും. അത് കാണുമ്പോ ദൈവം കണ്ണടച്ച് കളയുമെന്ന് തോന്നുന്നുണ്ടോ? പ്രാർത്ഥിച്ചു, നീയും പ്രാർത്ഥിച്ചു. അച്ഛൻ ആർക്ക് വേണ്ടി ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? വേറെ ആർക്ക് വേണ്ടിയാ? അച്ഛൻ മകന് വേണ്ടി കർമ്മമൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ ബാലൻ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കാത്തിരിക്കുന്നതോ? ബാലൻ മരിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഇവിടെ ഉള്ളൂ, അശ്വതി. അവൻ മരിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ ഈ പുഴയെ ചാടി മരിക്കും. അത് നിനക്കും അറിയാവുന്നല്ലേ. അപ്പൊ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളോട് കൂടിയെന്ന് വെച്ചോളൂ. ഇതാരാ? ഞാൻ നമ്മുടെ അയമുട്ടിക്കാട് വീട്ടിൽ താമസിക്കുന്ന ആളാ. ദാസ, എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് മറന്നേക്ക്. ഒന്നാലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു. എന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, കാത്തിരുന്ന് ഒരുപക്ഷെ വന്നാൽ സ്വന്തമാക്കാന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പാവ അശ്വതി, ഏട്ടൻ വരില്ലെന്നുള്ള കാര്യം നമുക്കല്ലേ അറിയാവൂ. എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത്. ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു രേണുവിന്റെ ഏട്ടൻ വരുമെന്ന്. ഏട്ടൻ വന്നാ ഈ ഉള്ളവൻ അവിടെ സ്ഥാനം ഉണ്ടാവുമാവോ? അച്ഛന് ദാസേട്ടനോട് വലിയ കാര്യ. അപ്പോ അച്ഛന് മാത്രമേ ഉള്ളൂ അല്ലേ? കണ്ണാ, കണ്ണാ. ആഹാ, അശ്വതിയോ? വാ വാ. കുറച്ചു നാളായി ഞാൻ ഇവിടുന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്നെങ്കും കൊളുത്തുന്ന മീനല്ല, പക്ഷെ ഇന്ന് ഞാൻ പിടിക്കും. കൊളുത്തി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊളുത്തുന്ന്. എത്ര നാളായി നീ എന്റെ കണ്ണും വെട്ടിച്ച് നടക്കുന്നു. അശ്വതിക്ക് മീൻ ഇഷ്ടമാണോ? നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇങ്ങനെ കിന്നാരം പറഞ്ഞ് വരരുത്. അത് കൊള്ളാം. ഇത് കിന്നാരമാണോ? കേട്ടോ അശ്വതി, ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ. അല്ല, അതുണ്ടാവും. ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത്? മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ, അശ്വതി മാത്രം എന്നെ അങ്ങനെ കാണരുത്. എന്നാ ഞാനും അങ്ങനെ കാണുന്നത്. എടി മോളെ, പണ്ടെങ്ങോ ആറ്റിൽ വീണ് ചത്തവനെ ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നേ? പോടാ. അങ്ങനെ എന്റെ ബാലേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ ചടിച്ചാവും.
ഹലോ പിന്നെ ഞാനിതൊന്നും കണ്ടോട്ട് വന്നല്ല, ചുമ്മാ കണ്ടപ്പോ ചോദിച്ചെന്നുള്ളൂ. എന്താ പ്രശ്നം? ഓ എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞങ്ങൾ തമ്മിൽ ഓ തീർത്തോളാം. നിങ്ങൾ തമ്മിൽ തീർക്കാൻ നിന്റെ അമ്മയുടെ മോളൊന്നുമല്ലോ അത്. കൈ വിടറാ, നീ ആരോടാ ചോദിക്കാൻ? വിടറായിന്ന് പോടാ. വിടറാ പന്നി. കളഞ്ഞിട്ട് വാ. അടി ഇവിടെ, എടി ഇവിടെ വരെ. നിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം. ഇവിടെ വരെ ലീലാവതി, എന്താ ഇത്? കണ്ടോ, ഇന്ന് വരെ ഒരുത്തനും എന്റെ മോളോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. നേരാമണ്ണ ഇവളെ എനിക്കൊരു ആണിന് പിടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പേപ്പട്ടി ഓടുമ്പോൾ ഇന്നൊരുത്തന് ഇവളുടെ പിന്നാലെ ഓടില്ലായിരുന്നു. ദൈവത്തെ ഓർത്ത് അവൻ ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ. ഇല്ലെങ്കിൽ വല്ല വിഷവും വാങ്ങിച്ചു കൊടുത്ത് ഇതിനെയും കൂടെ അങ്ങ് കൊന്നു കളയൂ. ഇവിടെ തൊടരുത്, തൊടരുതെന്നാ പറഞ്ഞത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞ അപ്പ തുടങ്ങും. എന്ത് പ്രാന്താ ഇത്? അയ്യോ കാണിക്കുന്നേ. വേണ്ട, ഞാനല്ലാത്തതിന് കാരണക്കാരൻ. എന്നെ ഒന്ന് കൊന്നതാ. കൊല്ലെന്നെ, കൊല്ലെന്നെ. അച്ഛാ, എന്തായി കാണിക്കുന്ന? അച്ഛൻ നിർത്താൻ. നീ വലിച്ചെറിഞ്ഞത് എന്റെ മോനെയാ. ആ വടി കൊണ്ട് തല്ലിക്കൊണ്ടാ അവനോട് ഇറങ്ങിപ്പോയത്. അവൻ തിരിച്ചു വരാത്ത കുറ്റത്തിന് അവനെ എനിക്കൊന്ന് തല്ലണമെന്ന് തോന്നിയാ, ഒന്ന് ഉമ്മ വെക്കണമെന്ന് തോന്നിയാ. എന്റെ ആശ്വാസം അത് മാത്രമായിരുന്നു. നീ അത് വലിച്ചെറിഞ്ഞു. പകരം നിനക്ക് എന്റെ മോനെ കൊണ്ട് തരാൻ പറ്റുമോ? പറ്റുമോ? പറ, പറ. ആരും തടയണ്ട. അന്ന് ഒരടി അടിച്ചപ്പോ എനിക്ക് വേദനിച്ചു, പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല. ഒരുപാട് നാളെ തടി ബാക്കിയില്ലേ? അടിച്ചോ, അച്ഛന്റെ ബാലനെ വേദനിക്കില്ല അച്ഛാ. അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ. ബാലനോ? ബാലൻ, അച്ഛന്റെ ബാലൻ. എന്റെ മോൻ തിരിച്ചു വന്ന്
നീ എന്താ ഇതുവരെ പറയായിരുന്നേ? ആദ്യം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ദൂരെ നിന്ന് എല്ലാരും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം. പക്ഷേ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു. ഒരു പെങ്ങൾക്ക് ഏട്ടനോടുള്ള സ്നേഹവും ഞാൻ കണ്ടു. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി, അവളുടെ സ്നേഹവും ഞാൻ കണ്ടു. മതി, എനിക്ക് സന്തോഷമായി. കണ്ടോ, എന്റെ മോൻ തിരിച്ചു വന്നു. അശ്വതി, നിന്റെ ബാലൻ. നി